കൊച്ചുപ്രായത്തില് ഞാൻ മോഷ്ടിച്ച അമ്മായിയുടെ മുക്കാപ്പവന്റെ താലിമാല അവന്റെ തല കെട്ടിവെച്ച എന്റെ തുടക്കം. ഇതെന്താ സോമ? ഇതാ ഇപ്പോഴത്തെ ട്രെൻഡ്. ജോർജ് കുട്ടി, എന്താ ഇതൊക്കെ? ഒന്നും പറയാൻ സമയമല്ല. പോലീസ് സ്വയരക്ഷയ്ക്ക് വേണ്ടിയല്ലേ നമുക്കിത് പോലീസിനോട് പറയാം. പോലീസിനോട് നീ പറഞ്ഞ് മനസ്സിലാക്ക്. ഞാൻ വക്കീലുമായിട്ട് വരാം. ജോർജ് കുട്ടി, കൃഷ്ണയ്ക്ക് എന്താ വേണ്ടത്? എല്ലാം എന്റെ കുറ്റമാണെന്നാണ് സ്ഥാപിച്ചെടുക്കേണ്ടത്. ഞാൻ ഏൽക്കാം. ഇവനാണ് എല്ലാത്തിനും കുറ്റക്കാരൻ. ഇവനെ വിശ്വസിക്കരുത് അപ്പച്ചി. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഉടനെ നടക്കണം. मैं हमेशा तुम्हारे साथ हूँ. कंडीशन याद है ना? 50-50. തീർച്ചയായും എന്ത് വേണമെങ്കിലും തരാം. 50-50 ഇപ്പൊ തരാം. തെക്കോട്ട് നോക്കിയിരുന്നോ? ഹലോ ഗാവൻജി. Hi. വെൽക്കം. Thank you. Really, I miss you so much, man. I miss you too. A few moments later. മേനോൻ സാറിന് ചതിച്ച് ജയിലിലാക്കിയതിനോട് ലക്ഷ്മിക്ക് തീർത്താ തീരാത്ത വൈരാഗ്യം ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ അതൊരു കൊലപാതകത്തിൽ ചെന്ന് അവസാനിക്കുമെന്ന് ഞങ്ങൾ കരുതിയില്ല. ഇത് ചതിയാണ്. ഞാൻ ചതിക്ക് പേര് കേട്ട വക്കീലാണ്. യുദ്ധത്തിന്റെ നീതിശാസ്ത്രത്തിൽ ചതിയൊന്നൊന്നില്ല മിസ്റ്റർ ശിവൻ, തന്ത്രങ്ങളേ ഉള്ളൂ. എനിക്ക് വളരണം. അതിനെനിക്ക് ഈ കാശ് വേണം. ഈ കാശ് അവൻ തന്നേൽപ്പിച്ചതിന് തെളിവായി നീ ഇനി ഉണ്ടാവാൻ പാടില്ല. ഇത്രയും കാലം ഇവരുടെ ഒക്കെ മനസ്സിൽ പകയുടെ വിഷം കുത്തിവെച്ചത് നീ ആയിരുന്നല്ലേ? എന്താ ഷാജി? ഞാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞു. നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു സുഖം. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി. മാറ്റിക്കോളാം. മാറ്റണ്ട. എത്ര വർഷമായി ഇത് തന്നെ. നല്ല വിഷം എന്നെ വിളിക്കണം. നിനക്ക് ഈ സിനിമയുടെ കാര്യം ഒന്നും അറിയാമോ? എടാ, ഒരുത്തം പോലീസ് വേഷം ചെയ്ത് നന്നായി പിന്നെ അവന് എല്ലാ പടത്തിലും പോലീസുകാരനായിരിക്കും. വില്ലൻ, നല്ല ബെസ്റ്റ് വില്ലൻ. ഇതാണ് നമ്മുടെ സിനിമയുടെ അവസ്ഥ. ഇനിയിപ്പോ തല്ലുകൊള്ളാനൊന്നും വയ്യ. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ അടുത്ത കാലത്ത് വന്ന ഒരു ഷെയ്ൻ നിഗവും അല്ലെങ്കിൽ അവരെ ഒഴിച്ച ബാക്കി എല്ലാവരും തല്ലിയിട്ടുണ്ട്. തല്ലു വാങ്ങാൻ ഇനി ആരുമില്ല. ബാക്കി ഇപ്പോഴത്തെ പുതിയ പിള്ളേരേ ഉള്ളൂ. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ. ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. എന്റെ അറിവില്ലായ്മ കുറവുണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. അത് പറഞ്ഞ് സമാധാനമായിട്ട് പിരിയാ മാത്രമേ ഉള്ളൂ. എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും പറഞ്ഞു തീർക്കുക. അവൻ വെറും പാവാ മോനെ, ശുദ്ധപാവം. എതിരെ നിൽക്കുന്നവന്റെ ഉള്ളെന്നറിയാൻ ശ്രമിച്ച എല്ലാരും പാവങ്ങളാ മോനെ. കുറിപ്പേട്ടാ, എല്ലാം പറഞ്ഞ പോലെ പോയിട്ട് വരാം. ഭഗവാനെ ഈശ്വര, നല്ലത് ചെയ്താൽ നല്ലത്